ഹായ് ഓൾ. ഇത്തവണ വീണ്ടും ഞാനൊരു കോൺഫറൻസ് വ്ലോഗുമായിട്ടാണ് വന്നിരിക്കുന്നത്. എൻ്റെ കോളേജിൽ കഴിഞ്ഞ 2 ദിവസങ്ങളിലായി ഒരു ഇൻ്റർനാഷണൽ കോൺഫറൻസ് നടന്നിട്ടുണ്ടായിരുന്നു. കേരള അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റിയും സ്റ്റേറ്റ് ബയോഡൈവേഴ്സിറ്റി ബോർഡും സംയുക്തമായി ചേർന്ന് സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്ന കേരള അഗ്രോ ബയോഡൈവേഴ്സിറ്റി കോൺഫറൻസ് ക്യാപ്കോൺ 2025ൻ്റെ ഡേ 1 വിശേഷങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ രാവിലെ തന്നെ എത്തി രജിസ്ട്രേഷനും ഇനോഗ്രൽ ഫംഗ്ഷനും ഒക്കെ കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് അവിടെ കുറച്ച് എക്സിബിറ്റ്സ് വെച്ചിട്ടുണ്ടായിരുന്നു. നമുക്കറിയാം ബയോഡൈവേഴ്സിറ്റി റിലേറ്റഡ് ആയിട്ടുള്ളൊരു കോൺഫറൻസ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പലതരത്തിലുള്ള പല വിളകളുടെ ജൈവ വൈവിധ്യം കാണിക്കുന്ന തരത്തിലുള്ള എക്സിബിറ്റ്സ് ആയിരുന്നു. ഇപ്പം നിങ്ങളീ കാണുന്നത് വിവിധ തരത്തിലുള്ള വാഴ ഇനങ്ങളാണ്. അതോടൊപ്പം തന്നെ പലതരത്തിലുള്ള ക്രോപ്പുകളുടെ വിത്തുകളും തൈകളും ഒക്കെ എക്സിബിറ്റായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ പുറത്തു നിന്നുള്ള എക്സിബിഷൻ സ്റ്റോളുകൾ ഉണ്ടായിരുന്നു. എല്ലാം തന്നെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള സ്റ്റോളുകളായിരുന്നു. പലതരത്തിലുള്ള മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളും ചെറുധാന്യങ്ങളും അവയുടെ പ്രൊഡക്ട്സും അങ്ങനെ പലതരത്തിലുള്ള കാര്യങ്ങൾ അവൈലബിൾ ആയിരുന്നു. അങ്ങനെ അതൊക്കെ നടന്നൊന്ന് കണ്ട് 1-2 സാധനങ്ങളൊക്കെ വാങ്ങി. പിന്നെ ഇതിന് പുറമെ കാർഷിക ജൈവ വൈവിധ്യത്തിൻ്റെ പ്രാധാന്യവും അതിൻ്റെ സംരക്ഷണവും ഇനി അതിനെ നമുക്ക് എങ്ങനെ സുസ്ഥിരമായിട്ട് ഉപയോഗിക്കാം, അല്ലെങ്കിൽ അതിൻ്റെ ഭാവി സാധ്യതകൾ എന്തൊക്കെയാണ്, അപ്പോൾ അതിനെ പറ്റിയിട്ടൊക്കെയുള്ള കൂടുതൽ മാർഗ്ഗനിർദ്ദേശങ്ങളൊക്കെ തരുന്ന വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ചർച്ചകളും അതുപോലെ തന്നെ ലീഡ് ടോക്സും ഒക്കെ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ ഭാഗമായി കുറച്ച് നേരം അവിടെ ഇരുന്ന് അതൊക്കെ കേട്ടു. പിന്നെ എനിക്ക് ഈ കോൺഫറൻസിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് മറ്റു പല ഇൻ്റർനാഷണൽ കോൺഫറൻസ് അല്ലെങ്കിൽ സെമിനാറുകളിലൊക്കെ പോലെ തന്നെ ഇവിടെയും നല്ല സയൻറ്റിഫിക് പോസ്റ്റർ പ്രസൻറ്റേഷനും ഓറൽ പ്രസൻറ്റേഷനും ലീഡ് ടോക്സും ഒക്കെ ഉണ്ടായിരുന്നു. ഇതിന് പുറമെ സംസ്ഥാന തലത്തിലും ദേശീയ തലത്തിലും ഒക്കെ അംഗീകരിക്കപ്പെട്ടിട്ടുള്ള പത്മശ്രീ ചെറുവയൽ രാമേട്ടനെ പോലെയുള്ള കർഷകരും ഈ വേദിയുടെ ഭാഗമായിരുന്നു. അവരുടെ വാല്യുബിൾ സജഷൻസും അവരുടെ അനുഭവങ്ങളും ഒക്കെ നമുക്ക് കേൾക്കാൻ പറ്റി. പിന്നെ അവരെ പോലുള്ള കർഷകരെ ആദരിക്കുന്ന ചടങ്ങും ഇതിൻ്റെ ഭാഗമായിട്ട് നടന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ മൊത്തത്തിൽ നല്ലൊരു ദിവസമായിരുന്നു ഡേ 1. ഇനിയിപ്പോൾ എൻ്റെ എല്ലാ സെമിനാർ കോൺഫറൻസ് വ്ലോഗുകളിലെയും സ്ഥിരം ഐറ്റം, അതായത് കോൺഫറൻസ് ബാഗ് അൺബോക്സ് ചെയ്യുന്നൊരു ജസ്റ്റ് ഒന്ന് നോക്കാം. എന്തൊക്കെയാണ് നമുക്ക് ഈ ബാഗിൽ ഉണ്ടായിരുന്നതെന്ന് പെട്ടെന്നൊന്ന് ഓടിച്ച് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നല്ലൊരു നോട്ട് പാഡും ഒരു പേനയും ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ക്യാപ്കോൺ 2025ൻ്റെ 2 ദിവസത്തെ പ്രോഗ്രാം ഷെഡ്യൂൾ കാണിക്കുന്ന ഒരു ലീഫ്ലെറ്റ് ഉണ്ടായിരുന്നു. പിന്നീട് കേരള സ്റ്റേറ്റ് ബയോഡൈവേഴ്സിറ്റി ബോർഡിൻ്റെ പ്രവർത്തനങ്ങളും മറ്റു കാര്യങ്ങളും അടങ്ങുന്ന 1-2 ബ്രോഷേഴ്സ് ലീഫ്ലെറ്റുകൾ ഉണ്ടായിരുന്നു. പിന്നീട് ജൈവ വൈവിധ്യ സംരക്ഷണവും അതിൻ്റെ പ്രാധാന്യത്തെപ്പറ്റി പറയുന്ന 1-2 ബുക്കുകൾ ഉണ്ടായിരുന്നു. പിന്നെ ഒരു വിത്തിൻ്റെ പാക്കറ്റും പിന്നെ ഡെലിഗേറ്റ്സിൻ്റെ ഒരു ബാഡ്ജും പിന്നെ 2 ദിവസത്തേക്കുള്ള ഫുഡ് കൂപ്പണും. ഇത്രയുമായിരുന്നു നമുക്ക് ഈ കോൺഫറൻസ് ബാഗിൽ ഉണ്ടായിരുന്നതും. ഇത്തവണയും ആസ് യൂഷ്വൽ നമുക്ക് കോൺഫറൻസ് ബാഗ് അൺബോക്സ് ചെയ്തിരുന്നത് ശരണ ചേച്ചിയായിരുന്നു. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ക്യാപ്കോൺ 2025ൻ്റെ ഡേ 1 വിശേഷങ്ങൾ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ എല്ലാവരും ഡേ 2 വിശേഷങ്ങൾക്കായിട്ട് കാത്തിരിക്കുക. ഉടനെ തന്നെ ഡേ 2 വിശേഷങ്ങളുമായിട്ട് ഞാൻ എത്തുന്നതായിരിക്കും. ടിൽ ദെൻ ബൈ ബൈ.